വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു മിനി റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു കേക്കിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. വളരെ ചെറിയൊരു കേക്കാണ്. പക്ഷേ ഈ ഒരു കേക്ക് നമ്മൾ വെറും മിനിറ്റുകൾക്കുള്ളിലാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഓവൺ ഒന്നും വേണ്ട. സാധാ ഒരു ഫ്രൈ പാനിലാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്യുന്നത്. ഇത് നിങ്ങളെ കൈയിൻ്റെ അകത്ത് വെക്കാൻ പറ്റുന്ന ആ ഒരു സൈസേ ഉണ്ടാവുള്ളൂ. 2-3 പേർക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവും. അപ്പോൾ എങ്ങനെ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു 1/4 കപ്പ് മൈദ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 നുള്ളു ഉപ്പ്. ഇത്രയും ഇട്ടിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരിപ്പയിൽ അരിച്ചെടുക്കാം. നിങ്ങൾ 2-3 തവണയായിട്ട് അരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഞാൻ വേറൊരു കപ്പിലേക്ക് 1/4 കപ്പ് പാൽ എടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. അതിലേക്ക് 1/4 ടീസ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ബട്ടർ മിൽക്ക് ഉണ്ടാക്കാനായിട്ടാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂണ് റെഡ് ലിക്വിഡ് ജെൽ കളർ ചേർക്കുന്നുണ്ട്. ലിക്വിഡ് ജെൽ കളർ തന്നെ എടുക്കണം. ഞാൻ എടുത്തിട്ടുള്ളത് ഷെഫ് മാസ്റ്റർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ലിക്വിഡ് ജെൽ കളറാണ്. ഒരു ബൗളിൽ ഞാനൊരു വലിയ കോഴിമുട്ട എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് ഒരു വൈഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ബീറ്റർ ഉള്ളവർക്ക് ബീറ്റർ ഉപയോഗിച്ചിട്ടും ചെയ്യാം. ഇല്ലാത്തവർക്ക് ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുത്താൽ മതി. ആ പഞ്ചസാര ഒന്ന് മെൽറ്റാവുന്ന പാകത്തിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നേരത്തെ നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ നമ്മൾ വിപ്പ് ചെയ്യുന്ന പോലെ ഒരുപാട് വിപ്പ് ചെയ്യരുത്. അപ്പോൾ ഒരുപാട് എയർ പോക്കറ്റ്സ് നമ്മുടെ കേക്കിനകത്ത് വരും. ഈ ഒരു വൈഡ് വിസ്ക് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ മിക്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്വേൾ ചെയ്യുക, അതായത് കറക്കി കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പാച്ചുല ഉപയോഗിച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് വെച്ചിട്ടും ഇത് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ പാലിൻ്റെയും ഫുഡ് കളറിൻ്റെയും മിക്സ് ഇല്ലേ, അതും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഒരുപാട് നേരം ഒന്നും മിക്സ് ചെയ്യരുത്. വളരെ പതുക്കെ എല്ലാം ഒന്ന് ഒരുമിച്ച് വരുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ മാവിന് ഉണ്ടാവുക. ഞാനിപ്പോൾ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാനാണ്. 24 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ വായ്വട്ടം വരുന്നത്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ആക്കിയിട്ട് ഒന്ന് തുടച്ചിട്ടെടുക്കുന്നുണ്ട്. ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് തുടച്ചെടുത്താൽ മതി. പാന് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ലോ ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലത്തെ പോറിങ് കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ ഉണ്ടാവുക. ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് ഒന്ന് കറക്കിയിട്ട് ഈ ബാറ്ററിനെ ഈവണായിട്ട് ഫ്രൈ പാനിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് എടുക്കണം. ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ബട്ടർ പേപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. ഇനി നമുക്ക് ഫ്രൈ പാന് അടച്ച് വയ്ക്കാം. അതുപോലെ തന്നെ ഫ്രൈ പാൻ്റെ അടിയിൽ ഒരു മൂടിയോ അല്ലെങ്കിൽ ഒരു പഴയ തവയോ വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം നമ്മുടെ ചൂടൊക്കെ നല്ല ഈവണായിട്ടാണ് സ്പ്രെഡായിട്ട് ഉണ്ടാവുക. ഞാനിതൊരു പഴയ പാൻ ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 15 മുതൽ 20 മിനിറ്റ് വരെ ഇത് വേവിച്ചെടുക്കാം. ഇത്രയും ടൈം ഇതിനായിട്ട് എടുക്കുകയുള്ളൂ. കാരണം തിന്നായിട്ടുള്ള ലെയറാണ്, പരന്നിട്ടാണുള്ളത്, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. മുകൾ ഭാഗം ഡ്രൈ ആയ സമയത്ത് ഞാൻ മൂടി തുറന്നിട്ട് ഒരു കത്തി കുത്തി നോക്കിയിട്ടുണ്ട്. ക്ലീനായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി നമുക്ക് കേക്ക് ചൂട് തണയാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു പാൻ്റെ അകത്ത് വെച്ചിട്ട് തന്നെ ചൂട് തണയാനായിട്ട് വയ്ക്കുക. ചൂടോട് കൂടി പാൻ്റെ അകത്തുനിന്ന് കേക്ക് എടുത്തു കഴിഞ്ഞാൽ കേക്ക് മുറിഞ്ഞു പോവും. അതിനുശേഷം ഞാൻ ഇതുപോലത്തെ ഒരു റൗണ്ട് മൂടി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 10 സെൻറ്റിമീറ്റർ വട്ടമുള്ള മൂടിയാണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന കേക്കിൻ്റെ വലുപ്പത്തിനനുസരിച്ച് മൂടി നിങ്ങൾക്ക് എടുക്കാം. ഇതിൽ നിന്ന് ഞാൻ 3 ചെറിയ വട്ടത്തിലുള്ള കേക്കിൻ്റെ സ്ലൈസ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഈ 3 വട്ടത്തിലുള്ള പീസാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് നമുക്ക് കോട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഈ ഒരു കേക്കിൻ്റെ ഐസിങ്ങിനായിട്ട് ഞാൻ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ UAE-യിലായതുകൊണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് മാക്ടോപ്പ് വിപ്പിംഗ് ക്രീമാണ്. അതിൽ ഓൾറെഡി മധുരം ഉണ്ട്, അതുകൊണ്ട് ഞാൻ വേറെ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇതും ഞാൻ വൈഡ് വിസ്ക് ഉപയോഗിച്ചിട്ടാണ് വിസ്ക് ചെയ്യുന്നത്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്രീമിൽ ഷുഗർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഷുഗർ ആഡ് ചെയ്തിട്ട് വേണം വിപ്പ് ചെയ്യാനായിട്ട്. സ്റ്റിഫ് പീക്സ് ആവുന്നവരെ വിപ്പ് ചെയ്യുക.
നേരത്തെ നമ്മൾ കട്ട് ചെയ്തതിൽ ബാക്കി ഉണ്ടായിരുന്ന പീസ് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കുക. നിങ്ങൾക്ക് നല്ല ഫൈൻ പൗഡറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് നോൺ സ്റ്റിക്ക് പാത്രത്തിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ റോസ്റ്റൊന്നും ചെയ്തിട്ടില്ല, ഡയറക്റ്റ് മിക്സിയിൽ പൊടിച്ചിട്ടെടുത്തതാണ്. ഞാൻ ചെറിയൊരു പ്ലേറ്റിൻ്റെ മേലെ കുറച്ച് ക്രീം ആക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഫസ്റ്റ് ലെയർ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേക്കിൻ്റെ ആ ഒരു ലെയർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് സിമ്പിളായിട്ടുള്ളൊരു ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. വെറുതെ പഞ്ചസാരയും കുറച്ച് ചുടുവെള്ളം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ചൂട് തടഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഷുഗർ സിറപ്പ് ഈ ഒരു കേക്കിൽ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മേലെ ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അടുത്ത ലെയർ കേക്കിൻ്റെ വെച്ചെടുത്തിട്ടുണ്ട്. ആ കേക്കും ഷുഗർ സിറപ്പിൽ ഒന്ന് സോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രീം അതിൻ്റെ മുകളിൽ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ പീസ് കേക്കും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും നമ്മൾ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്യുക. എന്നിട്ട് കേക്കിനെ മൊത്തത്തിൽ ഈ ക്രീം കൊണ്ട് ഒന്ന് കവർ ചെയ്യുക. ഐസിങ്ങൊക്കെ നമ്മൾ സാധാരണ കേക്കിന് എങ്ങനെയാണോ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. കേക്കിൻ്റെ സൈഡിലും മുകളിലൊക്കെ ഒന്ന് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ക്രീം ഒന്ന് ക്ലീൻ ആയിട്ട് വരാനായിട്ട് ഞാനിതുപോലത്തെ ഒരു ഷീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള ഡിസൈനിൽ ഒരുപാടൊന്നും നിങ്ങൾ നീറ്റായിട്ട് ഐസിങ് ചെയ്യണമെന്നില്ല. കാരണം കേക്ക് മുഴുവനായിട്ട് നമ്മൾ ഈ കേക്കിൻ്റെ ക്രംസ് ഉപയോഗിച്ചിട്ട് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി കേക്കിൻ്റെ മുകൾ ഭാഗത്ത് എഡ്ജസൊക്കെ ഞാനൊന്ന് ഷാർപ്പാക്കിയിട്ട് എടുക്കുന്നുണ്ട്. സൈഡിൽ നിന്ന് നടുവിലേക്ക് ഇതുപോലെ സ്പാച്ചിൽ ഒന്ന് ഓടിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ കേക്കിൻ്റെ ക്രംസ് ഇല്ലേ, അത് ഇതുപോലെ കേക്കിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് കേക്കിനെ മൊത്തത്തിൽ കവർ ചെയ്യുക. എക്സസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് തട്ടിക്കളഞ്ഞാൽ മതി. ബാക്കി ഉള്ളത് മുഴുവനായിട്ട് എടുത്തിട്ട് ഇതുപോലെ കേക്കിൻ്റെ സൈഡിൽ മുഴുവനായിട്ട് നമുക്ക് കോട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നിങ്ങൾക്ക് മുഴുവനായിട്ട് ചെയ്യേണ്ട, സൈഡിൽ ചെയ്താൽ മതി, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ബാക്കിയുള്ള ക്രീം ഞാൻ ഒരു ഐസിങ് ബാഗിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ചെറിയ ഫ്ലവർ നോസിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇത് ഉപയോഗിച്ചിട്ട് ഒരു ചെറിയ ഡിസൈൻ ഞാൻ ഈ കേക്കിൻ്റെ മേലെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം. കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ക്യൂട്ടാണ്. ഇപ്പം നിങ്ങൾ ഒരുപാട് പേരൊന്നുമില്ല, 2-3 ആൾക്കാരേ ഉള്ളൂന്നുണ്ടെങ്കിൽ ഇത്രയും മതിയാവും. ഒരുപാട് കേക്ക് ഉണ്ടാക്കാനോ കേക്ക് വാങ്ങിക്കാനോ ഒന്നും മെനക്കേണ്ട. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം ആരും മറക്കരുത്. ഈ കേക്കിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. എൻ്റെ വിരലിൻ്റെ ആ ഒരു ഹൈറ്റേ ഉള്ളൂ. നിങ്ങൾ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ആ കൈയിൻ്റെ അകത്ത് നിൽക്കും. വെയിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 250 ഗ്രാംസിൻ്റെ ഒക്കെ താഴെ വരുള്ളൂ. വളരെ ചെറിയ കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. താങ്ക്